ഹലോ എവ്രി വൺ, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം നിങ്ങളുടെ കളയാതെ നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം ചോദിച്ചിരിക്കുന്നത് അബ്ബാസിയയിൽ 1 ബെഡ്റൂം ഫ്ലാറ്റ് കിട്ടുമോ എന്നുള്ളതാണ്. ഒരുപാട് ഫ്ലാറ്റുകൾ അവൈലബിൾ ആണ്. ഏകദേശം റെൻറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 190 to 220 അത്രയൊക്കെ ഒരു റേറ്റിൽ നിങ്ങൾക്ക് സിംഗിൾ ബെഡ്റൂം ഫ്ലാറ്റ് കിട്ടേണ്ടതാണ്. അബ്ബാസിൽ വന്ന് അന്വേഷിക്കുക, ഫ്രണ്ട്സിനോട് തിരക്കുക. ഒരുമാതിരി ബിൽഡിങ്ങിൻ്റെ എല്ലാം ഫ്രണ്ടിൽ ഒരു പക്ഷേ ഫ്ലാറ്റ് വേക്കൻ്റ് ആണെന്നുള്ള ബോർഡൊക്കെ തൂക്കിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ അന്വേഷിക്കാം. പിന്നെ നെറ്റിൽ നോക്കാം, ഇന്ത്യൻസ് ഇൻ കുവൈറ്റിലൊക്കെ അവർ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫർണിഷ്ഡോ, അതായത് ഫർണിഷ്ഡ് എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ നിന്ന് നിർത്തി പോകുന്ന ആളുകൾ അവരുടെ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഫർണിച്ചറൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, അബ്ബാസിയയിൽ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഫ്ലാറ്റുകൾ മിക്കവാറും ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലാറ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ചോദിച്ചിരിക്കുന്നത് GNM സ്റ്റാഫിന് അലവൻസ് എല്ലാം കൂടി എത്ര സാലറി കിട്ടും എന്നുള്ളതാണ്. GNM സ്റ്റാഫിൻ്റെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സാലറി ആരും അതിന് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ബേസിക് സാലറി എല്ലാവർക്കും ഒന്നും തന്നെയാണ്. പക്ഷേ ഫൈനലി നിങ്ങൾക്ക് നൈറ്റ് അലവൻസ് ഉള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണോ, എ ഗ്രേഡ് ആണോ, എത്ര റിസ്ക് അലവൻസ് ഉണ്ട്, എത്ര ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, ഏത് ഹോസ്പിറ്റലിലാണ്, ഇതെല്ലാം അനുസരിച്ചാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഒരു 650-700 എന്തായാലും കിട്ടും. പിന്നെ വിത്ത് അലവൻസ് ഒക്കെ ആണെങ്കിൽ ഒരു 800 KD കിട്ടേണ്ടതാണ് എന്നാണ് ഏറ്റവും പുതുതായിട്ട് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. പിന്നെ ഡേറ്റ് വന്നത് കണ്ടില്ലായിരുന്നു, ഇൻ്റർവ്യൂ ഡേറ്റ് വന്നത് കണ്ടില്ലായിരുന്നു. പക്ഷേ ഇമെയിൽ ചെയ്തു, അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തു. പിന്നീട് ഒരു ചാൻസും കൂടെ കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്. ഇവിടെയും അങ്ങനെ എൻ്റെ കുറേ ഫ്രണ്ട്സിന് ലോക്കലി ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് അങ്ങനെ കിട്ടിയെങ്കിൽ വളരെ വളരെ നല്ല കാര്യം. അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ മിസ്സായിട്ടുള്ള ആളുകൾ വീണ്ടും മെയിൽ ചെയ്ത് നോക്കുക. ഒരു പക്ഷേ നിങ്ങൾക്കും ഇതുപോലെ സെക്കൻഡ് ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ടോ. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്ന ആഫ്റ്റർ മെഡിക്കൽ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ഫോർ വിസ പ്രോസസ്സിങ്. എക്സാക്റ്റ് ടൈം നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ശരിക്കും സംടൈംസ് 2 to 3 months, അല്ലെങ്കിൽ അതിന് നമുക്കൊരു എന്താ പറയുക, ഇവിടുത്തെ പ്രോസസ്സിങ് ഒരുപാട് സ്ലോ ആണിപ്പം. അതുകൊണ്ട് തന്നെ എത്ര നാളെടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എക്സാക്റ്റ്ലി നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. ഒരു മിനിമം 2 to 3 months എന്തായാലും എടുക്കും. ചിലരുടെ കേസിൽ 3 to 4 months ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ചോദിച്ചിരിക്കുന്നത്, ഞാൻ എൻ്റെ CV-യിൽ സർജിക്കൽ വാർഡാണ് വെച്ചിരുന്നത്. പക്ഷേ എനിക്ക് പോസ്റ്റ് ഓപ്പ് എക്സ്പീരിയൻസ് ആണ്. ഫോർമാറ്റിൽ പോസ്റ്റ് ഓപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, OT മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. ഒരു കുഴപ്പമില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് സർജിക്കൽ വാർഡോ പോസ്റ്റ് ഓപ്പ് വാർഡോ ഒന്നും ആയിരിക്കില്ല കിട്ടാൻ പോകുന്നത്. ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ഒരു പക്ഷേ എമർജൻസി ആയിരിക്കാം, ഒരു പക്ഷേ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ OT ആയിരിക്കാം, ICU ആയിരിക്കാം. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു പക്ഷേ ഓഫർ ലെറ്ററിൽ അവർ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കാം കിട്ടുന്നത്. ഹോസ്പിറ്റൽ ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലെങ്കിലും ഒരു പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് അറിയാൻ പറ്റും. പക്ഷേ ഈവൻ ദെൻ നമ്മൾ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തതിന് ശേഷം ആ ഹോസ്പിറ്റലിൽ എങ്ങോട്ടാണ് ഒരു പക്ഷേ മോസ്റ്റ് നീഡഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതാണ് വെച്ചിരുന്നത് അങ്ങനെയൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പോസ്റ്റ് ഓപ്പോ, അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വാർഡ് ഇവിടെ ഇല്ല, റിക്കവറി ഒക്കെ ഉള്ളൂ. പിന്നെ ഉള്ളത് OT ഉണ്ട്, പിന്നെ സർജിക്കൽ വാർഡുണ്ട്. ഒരു പക്ഷേ അങ്ങോട്ട് എവിടെയെങ്കിലും പോസ്റ്റിംഗ് കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തതെന്ന് വിചാരിച്ചു ഒരു കുഴപ്പമില്ല. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് 17 years എക്സ്പീരിയൻസ് ഉണ്ട് സൗദി MOH അഡൽട്ട് ICUയിൽ. ഓഫർ ലെറ്ററിൽ സീനിയർ നഴ്സ് എന്നാണ് വെച്ചിരിക്കുന്നത്. അലവൻസ്, ഈ ഒരു പോസ്റ്റിന് എന്തെങ്കിലും അലവൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ BSc നഴ്സസിന് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസും എല്ലാം നോക്കിയിട്ട് അവർ നേഴ്സ് 1, ഈ സീനിയർ നേഴ്സ് എന്ന് പറയുന്നത് നേഴ്സ് 1 ആണ്. പിന്നെ അതിനുശേഷം നേഴ്സ് സ്പെഷ്യലിസ്റ്റ് എന്നുള്ള ഒരു ഗ്രേഡ് ചേഞ്ചിങ് കൂടെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി ആ നേഴ്സ് എന്നുള്ള ഗ്രേഡ് കഴിഞ്ഞുള്ള ഒരു ഗ്രേഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 35 KD എക്സ്ട്രാ ആ നേഴ്സ് എന്നുള്ള ആ ഒരു ഗ്രേഡിനേക്കാളും 35 KD ആണോ 30 ആണോ എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല. ആ ഒരു സാലറി ഡിഫറൻസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നമുക്ക് കിട്ടുന്നത്. ഇവിടെയും ഇനി ICU ആണെങ്കിൽ A ഗ്രേഡ് ആയിരിക്കും. പിന്നെ റിസ്ക് അലവൻസ് ഓൾമോസ്റ്റ് 3 റിസ്ക് അലവൻസ് കിട്ടാൻ സാധ്യതയുണ്ട് ചില ഹോസ്പിറ്റലിൽ. 2 റിസ്ക് അലവൻസേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചായിരിക്കും ഫൈനൽ സാലറി തീരുമാനിക്കുന്നത്. പക്ഷേ നേഴ്സ് എന്ന ഒരു പൊസിഷനിൽ വരുന്ന ആളുകളെക്കാളും സീനിയർ നേഴ്സ് അല്ലെങ്കിൽ നേഴ്സ് 1 ആയിട്ട് വരുന്ന ആളുകൾക്ക് ഒരു 30 KD ഓർ 35 KD ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ അകത്തുള്ള അലവൻസ് സ്പെഷ്യലായിട്ടുള്ളത്.
പിന്നെ ചോദിച്ചിരിക്കുന്നത് CCU പേഷ്യൻ്റ് നേഴ്സ് റേഷ്യോ എത്രയാണ്? പൊതുവെ ഇവിടെ ICUവിൽ 1:1 എന്നുള്ളതാണ് കണക്ക്. പക്ഷേ മിക്കവാറും 1:2 ഒക്കെ ആയിരിക്കും. ഈവനിങ്ങിലാവുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ പേഷ്യൻറ്റിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജ് അനുസരിച്ച് ഒരുപാട് കെയറോ അല്ലെങ്കിൽ അറിയാം ICUവിൽ ഒരുപാട് നമുക്ക് കെയറും മോണിറ്ററിങ് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതനുസരിച്ചാണ് പേഷ്യൻസിന് കിട്ടുന്നത്. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. CCU ഇവിടെ സഭ ഹോസ്പിറ്റലുണ്ട്, മറ്റ് പല ഹോസ്പിറ്റൽസിലുണ്ട്. ഒരുപാട് ക്രിട്ടിക്കലായിട്ടുള്ള ഒരുപാട് നമ്മുടെ അറ്റൻഷൻ ആവശ്യമുള്ളതാണെങ്കിൽ 1:1 ആണ്. മിക്കവാറും മോർണിംഗ് ഷിഫ്റ്റിൽ ഈവനിങ്ങിലൊക്കെ ആകുമ്പോഴത്തേക്കിനും ഒരു പക്ഷേ 1:3 ആകാനും സാധ്യതയുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൽ എബോവ് ആവറേജ് ആണ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന്. അത് കുഴപ്പമില്ല. ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൽ നമ്മൾക്ക് എഴുതിയിരിക്കുന്ന ഏതാണെന്നുള്ളതിനെക്കുറിച്ച് അത്രയ്ക്കും പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് ആണ് എനിക്ക് പറയാനുള്ളത്. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യം. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ലിങ്ക് ഓപ്പൺ ആവുന്നില്ല, ലോഡിംഗ് ആണ് അങ്ങനെ കാണിക്കുന്നുണ്ട് എന്ന്. ഇപ്പോൾ ടെമ്പററി ആയിട്ടാണോ പെർമനൻ്റ് ആയിട്ടാണോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അതാണ് നിലവിലുള്ള സിറ്റുവേഷൻ. ഒരു പക്ഷേ ലേറ്റർ ഓൺ ഓപ്പൺ ചെയ്യുമെന്ന് നമുക്കറിയില്ല. പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ഒരുപാട് നേഴ്സസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അവരുടെ പ്രോസസ്സിങ്ങും ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇനി ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഓപ്പൺ ആകുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇൻഫർമേഷൻ തരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കൂടെ ഞാൻ പറ്റുന്ന രീതിയിൽ ആൻസർ തരാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.